ശിവപാർവണ ഭാഗം 19. രചനാ സംഭാഷണം രുദ്രപ്രിയ. രാത്രിയിൽ വളരെ സന്തോഷത്തോടെയാണ് ശിവ വീട്ടിലേക്ക് വന്നത്. ശിവയ്ക്കും അച്ഛനും വർണ്ണയ്ക്കും മാത്രം അറിയാവുന്ന ഒരു രഹസ്യമായിരുന്നു സാന്ദ്രയുടെ കാര്യം. ശിവയും വർണ്ണയും കൂടിയാണ് അച്ഛൻ്റെ മുറിയിലേക്ക് ചെന്നത്. ഞാൻ പറഞ്ഞതല്ലേ മോനെ, അച്ഛൻ എഴുന്നേൽക്കുന്നത് വരെ കുഴപ്പത്തിനൊന്നും പോയി ചാടരുതെന്ന്. ഞാൻ കുഴപ്പത്തിനൊന്നും പോയില്ലല്ലോ അച്ഛാ. ഇന്നൊരവസരം വീണ് കിട്ടി, അതുകൊണ്ട് അവർക്കിട്ട് ഒരു പണി കൊടുക്കാൻ പറ്റി. ഞാൻ വിചാരിച്ചതിനേക്കാൾ കേസ് കൂടുതൽ സ്ട്രോങ് ആവും. കാരണം അവരുടെ രണ്ടുപേരുടെയും പക്കൽ നിന്നും മയക്കുമരുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് ശ്യാം ക്രൈംബ്രാഞ്ചിലാണ്. അവനെ വിളിച്ചിട്ടാണ് കാര്യങ്ങൾ ഇത്രയും സ്മൂത്താക്കിയത്. എന്തായാലും കുറച്ച് നാളത്തേക്ക് ഇനി രണ്ടിനെയും ശല്യം ഉണ്ടാവില്ല. പക്ഷേ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതിനിരട്ടിയായിരിക്കും അവർക്ക് നമ്മളോടുള്ള ദേഷ്യം. അപ്പോൾ അവർ പോലും പ്രതീക്ഷിക്കാത്ത അടിയായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് അവർക്കായുള്ള പണി നമ്മൾ റെഡിയാക്കി വെക്കണം. എന്ത് ചെയ്യാൻ തുടങ്ങുമ്പോഴും ഒരു കാര്യം നീ ആലോചിക്കണം, വർണ്ണമോളെ പറ്റി. ശിവ അച്ഛൻ പറഞ്ഞത് കേട്ട് വർണ്ണയുടെ മുഖത്തേക്ക് നോക്കി. അച്ഛനും മോനും തമ്മിലുള്ള സംഭാഷണം എല്ലാം കേട്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് വർണ്ണ. ശിവയുടെ ഇങ്ങനെ ഒരു ഭാവം ആദ്യമായിട്ടായിരുന്നു വർണ്ണ കാണുന്നത്. അവളുടെ കണ്ണുകളിലെ ഭയം കണ്ടതും ശിവ അവളുടെ അടുത്തേക്ക് വന്നു. നീ പേടിക്കുന്ന രീതിയിലൊരു കുഴപ്പത്തിലൊന്നും ഞാൻ ചെന്ന് ചാടില്ല. അത് ഞാൻ തിരക്ക് തരുന്ന വാക്കാണ്. ഇതെന്താ അച്ഛനും മക്കളും കൂടി ഒരു ഗൂഢാലോചന, എന്നെ കൂടാതെ? അതും പറഞ്ഞുകൊണ്ട് സേതു മുറിയിലേക്ക് വന്നു. അമ്മയെ കൂടാതെ ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം ചർച്ച ചെയ്യുമോ ഞങ്ങൾ? ശിവ ഒരു കൈ കൊണ്ട് അമ്മയുടെ തോളിൽ കൂടി ചേർത്ത് പിടിച്ചു. മറ്റന്നാളത്തെ ഫംഗ്ഷനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്. എന്താ അമ്മയെ മറ്റന്നാൾ വിശേഷം? അമ്മയുടെ പിറന്നാളാണോ? ശിവ അറിയാത്തതുപോലെ അമ്മയോട് ചോദിച്ചു. എടാ മണ്ട, മറ്റന്നാളത്തെ വിശേഷം എന്താണെന്ന് നിനക്കറിയില്ലെങ്കിൽ വേണ്ട, ഞാൻ എന്തായാലും പറയാൻ പോകുന്നില്ല. അപ്പോഴേക്കും വർണ്ണ ശിവയുടെ കൈപിടിച്ചു മാറ്റി മുറിയിലേക്ക് പോയി. വർണ്ണ പോയ പിന്നാലെ തന്നെ ശിവയും പതിയെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അവൾക്ക് പിന്നാലെ സ്റ്റെയർ കയറാൻ തുടങ്ങുമ്പോഴായിരുന്നു പ്രിയ ശിവയുടെ കയ്യിൽ പിടിച്ചത്. ഇതെവിടെയാ ഭാര്യയുടെ പുറകെ നൂലുപോലെ വെച്ച് പിടിക്കുന്നത്? ഇവിടെ ഞാൻ അനിയത്തി എന്ന് പറഞ്ഞ ഒരാൾ കൂടിയുണ്ട്, അത് മറന്നു പോകരുത്. ഏതു നേരവും ഭാര്യയുടെ പുറകെ ഇങ്ങനെ നടക്കാനായിട്ട് നാണമില്ലല്ലോ. എന്നോട് എന്ത് സ്നേഹമായിരുന്നു, ഇപ്പോൾ എന്നെ കണ്ട ഭാവം കൂടിയില്ല. പ്രിയ പരാതിയുടെ പെട്ടികൾ ഓരോന്നായി അഴിച്ചു തുടങ്ങിയതും ശിവ രണ്ട് കൈയും എടുത്ത് തൊഴുതു നിന്നു. എൻ്റെ പൊന്നു മോളെ, നിന്നെ ഏട്ടൻ കാണുന്നത് ഇപ്പോഴല്ലേ, അതിന് സമയമാവട്ടെ. ഇപ്പോൾ എന്തായാലും ഏട്ടനെ വെറുതെ വിട്. മുകളിലേക്ക് കയറിപ്പോയിരിക്കുന്ന സാധനം എന്തൊക്കെ ആലോചിച്ച് കൂട്ടുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയാവൂ. അതുകൊണ്ട് ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. പ്രിയയ്ക്ക് ശിവയുടെ ദയനീയത കണ്ട് ചിരി വന്നു. ഞാനായിട്ട് എന്തായാലും ഇവിടുത്തെ ക്രമസമാധാനം നശിപ്പിക്കുന്നില്ല. ഏട്ട മുകളിലേക്ക് ചെല്ല്. മുറിയിൽ ചെന്ന പാടെ പറഞ്ഞ ബെഡിലേക്ക് വീണു. സ്റ്റെയർ കയറി ശിവ വരുന്ന കാൽപ്പെരുമാനം കേട്ടതും അവൾ ചരിഞ്ഞു കിടന്നു. ശിവ മുറിയിലേക്ക് കയറി ഡോർ ലോക്ക് ചെയ്ത് പതിയെ വന്ന് വർണ്ണയുടെ അടുത്തേക്ക് കിടന്നു. ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചു. വർണ്ണ അവൻ്റെ കൈകളെടുത്ത് മാറ്റി. വേണ്ട, എന്നെ തോടണ്ട. മറ്റന്നാൾ എന്താണ് വിശേഷമെന്ന് ശിവേട്ടന് അറിയാമോ? അതാദ്യം പറയും, അതിനുശേഷം മതി കൊഞ്ചലും കുഴയലും ഒക്കെ. അവൾ മുഖം വീർപ്പിച്ചു. ശിവ വർണ്ണയെ തൻ്റെ നേർക്ക് തിരിച്ചു കിടത്തി. എൻ്റെ അറിവിൽ ഇവിടെ മറ്റന്നാൾ വിശേഷമൊന്നുമില്ല. ഞാൻ അറിയാതെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരേണ്ട കടമ ഭാര്യ എന്ന നിലയ്ക്ക് നിനക്കാണ്. ഞാൻ എന്തെങ്കിലും വിട്ടുപോയി എന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നീ പറഞ്ഞു തരണം. പെട്ടെന്ന് വർണ്ണയുടെ കണ്ണുകൾ നിറഞ്ഞു. അത് കണ്ടപ്പോൾ ശിവയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി. ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതല്ലേ മോളെ, ഇങ്ങനെ കണ്ണു നിറയ്ക്കണോ അതിന്? ശിവ എഴുന്നേറ്റിരുന്നു. ഒപ്പം വർണ്ണയെ എഴുന്നേൽപ്പിച്ചിരുത്തി. ഇനി പറയും, എന്താ ഈ വിഷമത്തിൻ്റെ കാരണം, ഈ കണ്ണുനീരിൻ്റെ കാരണം? വർണ്ണ പതിയെ മുഖമുയർത്തി ശിവയെ നോക്കി. അത് മറ്റന്നാൾ ഒരു വിശേഷവും ഇല്ലെന്ന് ശിവേട്ടൻ പറയുന്ന കേട്ടപ്പോൾ എന്തോ എനിക്ക് സങ്കടം തോന്നി. ശിവട്ട ശരിക്കും മറന്നോ മറ്റന്നാൾ? പറഞ്ഞു തരും മുമ്പേ ശിവ വർണ്ണയുടെ വായി പൊത്തി. അങ്ങനെ മറക്കാൻ പറ്റുന്നതാണോ മറ്റന്നാളത്തെ വിശേഷം? ഞാനത് മറക്കുമോ മോളെ? എൻ്റെ പെണ്ണിൻ്റെ പേരിലുള്ള താലിയും സിന്ദൂരവും അണിഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് വലതുകാല് വെച്ചു. ശിവ അത്രയും പറഞ്ഞ് നിർത്തി. വലതുകാല് വച്ചുവെന്ന് കയറിയില്ല, ഞാൻ എടുത്തു കയറ്റി. നമ്മുടെ 1ാം വിവാഹ വാർഷികം, അത് ഞാൻ മറക്കുമോ മോളെ? ഞാൻ നിന്നെ വെറുതെ. വർണ്ണ ചിരിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്തു. അവൻ്റെ രോമം നിറഞ്ഞ മാറിൽ ചുണ്ടുകൾ ചേർത്തു മുഖമിട്ട് ഉരസി. കുറച്ചുകൂടി ചേർന്നിരുന്നു. അവൻ്റെ ഇടുപ്പ് ചുറ്റിപ്പിടിച്ചു. മറുകൈയാൽ അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസിൽ കറക്കിയിരുന്നു. ശിവ അവളെ എടുത്തു മടിയിലിരുത്തി. ഇങ്ങനെ ഇരുന്ന് നീ എന്നെ കൊണ്ട്? വർണ്ണ വേഗ ശിവയുടെ മേലുള്ള കൈയെടുത്ത് മാറ്റി. അത് വേണ്ട, കൈ അങ്ങനെ ഇരുന്നോട്ടെ. ശിവ വർണ്ണയുടെ കൈപിടിച്ച് അവൻ്റെ ഇടുപ്പിലൂടെ ചുറ്റി വെച്ചു.
മറുകൈ അവൻ്റെ ബട്ടണിലും പിടിപ്പിച്ചു. നിന്നെ ഇങ്ങനെ എത്ര ചേർത്ത് പിടിച്ചിട്ടും മതിയാകുന്നില്ല. ഏറെ നേരം ഇരുവരും അങ്ങനെ ഇരുന്നു. അല്പനേരം കഴിഞ്ഞ് വർണ്ണ മുഖമുയർത്തി ശിവയെ നോക്കി. ശിവേട്ടാ, എനിക്കൊരാഗ്രഹം. ഞാനത് പറഞ്ഞാൽ എന്നെ കളിയാക്കുമോ? നിന്റെ ഏതാഗ്രഹവും സാധിക്കാൻ ഞാനുള്ളപ്പോൾ പിന്നെന്താ? അത് എനിക്ക് പറയടി. ഞാനത് പറഞ്ഞാൽ ശിവേട്ട എന്നെ കളിയാക്കും. എൻ്റെ വർണ്ണ കൊച്ചിന് എന്തെങ്കിലും ആഗ്രഹം ഞാൻ ഇന്നുവരെ കളിയാക്കിയിട്ടുണ്ടോ? അതില്ല. എന്നാലും ചിലപ്പോൾ നീ പറയുന്നുണ്ടോ പെണ്ണെ? എനിക്ക് ശിവേട്ടനോടൊപ്പം ഒരു നൈറ്റ് ഡ്രൈവ് പോകണം. വർണ്ണ കൈകൾ രണ്ടും കൊണ്ട് മുഖം പൊത്തി. ശിവ മീശയുടെ തുമ്പൊന്ന് കടിച്ച് വർണ്ണയെ നോക്കി. അവളുടെ കൈകൾ പിടിച്ചു മാറ്റി. എൻ്റെ വർണ്ണമോൾക്ക് ഇത്രയും കുഞ്ഞാഗ്രഹമായിരുന്നോ? ശിവ ബെഡിൽ നിന്നും ചാടി ഇറങ്ങി അവളെയും പിടിച്ചെഴുന്നേൽപ്പിച്ചു. എൻ്റെ കൊച്ചിൻ്റെ ഒരാഗ്രഹങ്ങളും പിന്നെയാക്കാൻ പറ്റില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഡ്രസ്സ് മാറി ഇറങ്ങിക്കോ. ഇപ്പം തന്നെ പോയേക്കാം. വേണ്ട ശിവേട്ട, ഇപ്പോൾ പോകണ്ട. ഒരുപാട് ലേറ്റായി. പിന്നെ നൈറ്റ് ഡ്രൈവ് പോകുന്നത് പട്ടാപ്പകലാണോടി? ശിവ തന്നെ ഉന്തി തള്ളി വർണ്ണയെ ഫ്രഷാവാൻ വിട്ടു. അവൻ ഫ്രഷായി ഇറങ്ങിയതും കബോർഡിൽ നിന്ന് ടൈ ജീൻസും ലൂസ് ടീഷർട്ടും എടുത്തു വെച്ചു. എന്തായാലും ഇതിട്ടുകൊണ്ട് പോയാൽ മതി. നീ വേഗം റെഡിയാകുമ്പോഴേക്കും ഞാനൊന്ന് ഫ്രഷായി വരാം. രണ്ടുപേരും റെഡിയായി ഇറങ്ങി. പുറത്ത് നല്ല മഞ്ഞുള്ളത് കാരണം ശിവ ഒരു മങ്കി ക്യാപ്പ് എടുത്ത് വർണ്ണയുടെ തലയിൽ വെച്ച് കൊടുത്തു. ബുള്ളറ്റിൻ്റെ കീയുമായി വർണ്ണയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ശിവ പുറത്തേക്ക് ഇറങ്ങി. എങ്ങും ചീവീടിൻ്റെ ശബ്ദം. ആകാശത്ത് ചന്ദ്രൻ പൂനിലാവ് പൊഴിച്ചു നിൽക്കുന്നു. ശിവ ബുള്ളറ്റ് എടുത്ത് വർണ്ണ അവന് പിന്നിലേക്ക് കയറിയിരുന്ന് കൈകൾ അവൻ്റെ വയറിൽ പിടിച്ചു. നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ബുള്ളറ്റ് പുറത്തേക്ക് പോയി. റോഡിൽ നന്നേ തിരക്ക് കുറവായിരുന്നു. വീതിയുള്ള റോഡിൽ നിന്നും ബൈക്ക് ഒരു ഊടുവഴിയിലൂടെ സഞ്ചരിച്ചു. ഇരുവശത്തും റബ്ബർ കാടുകളും കാപ്പിത്തോട്ടവും അങ്ങിങ്ങായി കാപ്പിപ്പൂക്കളുടെ മയക്കുന്ന സുഗന്ധം കാറ്റിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. വർണ്ണ ശിവയോട് കുറച്ചുകൂടി ചേർന്നിരുന്നു. ഏകദേശം അരമണിക്കൂർ യാത്ര കഴിഞ്ഞപ്പോഴേക്കും ബൈക്ക് ചെമ്മൺ വിരിയിട്ട പാതയിലേക്ക് കയറി. 1-2 വാഹനങ്ങൾ മാത്രമേ കടന്നു പോകുന്നുള്ളൂ. കുറച്ചകലെയായി മഞ്ഞ് വെളിച്ചത്തിൻ്റെ ഒരു നൈറ്റ് തട്ടുകട. 3-4 പേർ വാഹനം നിർത്തി ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. ശിവയുടെ ബൈക്ക് ആ തട്ടുകട ലക്ഷ്യമാക്കി നീങ്ങി. ഒഴിഞ്ഞ ഒരു ഭാഗത്ത് ബൈക്ക് കൊണ്ട് നിർത്തി ശിവയും വർണ്ണയും ഇറങ്ങി. തട്ടുകടയിലിരിക്കുന്ന 3-4 പേർ അവരെ തന്നെ നോക്കുന്നു. വർണ്ണ ശിവയുടെ കയ്യിൽ ചേർത്ത് പിടിച്ച് അവനോട് ചേർന്ന് നിന്നു. 2 പേർ കഴിച്ചു മാറിയപ്പോഴേക്കും ആ ബെഞ്ചിൽ ശിവയും വർണ്ണയിരുന്നു. ചൂട് ദോശയും സാമ്പാറും ചമ്മന്തിയും സവാളയും ഒരു നുള്ളു പുളിയും ഉപ്പും കൂടി മിക്സിയിൽ ഒന്ന് കറക്കി അതിൽ കുറച്ച് മുളക് പൊടിയും ചേർത്ത് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചതും 2 പപ്പടവും ഓരോ രസവടയും ഡബിൾ ഓംപ്ലേറ്റും വാങ്ങി. അത് ശിവ പ്രത്യേകം പറയുന്ന കേട്ടു. 1 സൈഡ് ഓംപ്ലേറ്റ്. നിറയെ കുരുമുളക് പൊടിയും തൂവി 2 ആവി പറക്കുന്ന കട്ടൻ ചായയും അവർക്ക് മുന്നിലായി കൊണ്ടുവച്ചു. 2 പേരും ആസ്വദിച്ച് ആ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് 2 കട്ടനും എടുത്തുകൊണ്ട് ബുള്ളറ്റിനടുത്തേക്ക് ചെന്ന് നിന്ന് കട്ടൻ ഊതി കുടിച്ചു. ഗ്ലാസ് തിരികെ കൊണ്ടുവച്ച് പൈസയും മേടിപ്പിച്ച് വീണ്ടും യാത്ര തുടർന്നു. കുറച്ചു നേരം കൂടി ടാറിട്ട റോഡിലൂടെ ബൈക്ക് ഓടിക്കൊണ്ടിരുന്നു. ശരീരത്തിനുള്ളിലൂടെ തണുപ്പ് അരിച്ചിറങ്ങാൻ തുടങ്ങിയതും ഒരു കൂറ്റൻ ഗേറ്റിൻ്റെ മുന്നിൽ ബൈക്ക് ചെന്നു. ശിവ ബൈക്കിൽ നിന്നിറങ്ങി ഒരു കീ എടുത്ത് ഗേറ്റ് തുറന്നു. ബൈക്ക് അകത്തേക്ക് കൊണ്ടുപോയി വലിയൊരു പടുകൂറ്റൻ ബംഗ്ലാവ്. അതിൻ്റെ സൈഡിലായി ഒരു ഉഡോസും. ആ ബംഗ്ലാവിൻ്റെ പുറത്ത് സ്വർണ്ണ ലിപികളിൽ എഴുതിയിരിക്കുന്ന പേര് സേതുലക്ഷ്മി. വർണ്ണ ആ പേര് ഒരിക്കൽ കൂടി വായിച്ചു. ശിവയുടെ മുഖത്തേക്ക് നോക്കി. താനിങ്ങനെ അന്തം വിട്ട് നോക്കണ്ട. ഇത് നമ്മുടെ വീട് തന്നെയാണ്. അച്ഛൻ അമ്മയുടെ പേരിൽ വാങ്ങിയിട്ടിരിക്കുന്ന വീടാണ്. ഇടയ്ക്ക് വല്ലപ്പോഴും ഞാനിവിടെ വന്ന് നിൽക്കാറുണ്ട്. അല്ലാതെ ആരും വരാറില്ല. ഇവിടെ എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആ വുഡ് ഹൗസാണ്. ആദ്യം നമുക്ക് അകത്ത് കയറി ഈ വീടൊക്കെ കാണാം. അതിനുശേഷം പോകാം. വർണ്ണ സമ്മതമെന്നോണം തലകൾ ചലിപ്പിച്ചു കാണിച്ചു. ഒരുപാട് കൊത്തുപണികളോടുകൂടിയ ഒരു ഹാളായിരുന്നു അത്. ആൻറ്റിക് പീസുകളും അതിനുള്ളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പാരമ്പര്യം ഒട്ടും ചോർന്നു പോകാത്ത തരത്തിലുള്ളതായിരുന്നു ആ വീടിൻ്റെ നിർമ്മാണം. വർണ്ണ അവിടെ കിച്ചണിലേക്ക് കയറുമ്പോൾ സകല സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 പേരും കൂടി ആ വീടൊന്ന് ചുറ്റിക്കണ്ടു. ശിവേട്ടാ, എനിക്ക് ആ വുഡ് ഹൗസിൽ പോകണം. ശിവ വർണ്ണയും കൊണ്ട് വുഡ് ഹൗസിലേക്ക് പോയി. അവൾ നോക്കുമ്പോൾ അവിടെ ഭംഗിയുള്ള വെള്ള കർട്ടൻ കൊണ്ട് മറച്ചിട്ടുണ്ട്. വുഡ് ഹൗസിൻ്റെ ഒത്ത നടുക്കായി റൗണ്ട് ഷേപ്പിലൊരു ബെഡിലും തൂവെള്ള നിറത്തിലുള്ള ബെഡ്ഷീറ്റാണ് വിരിച്ചിരിക്കുന്നത്. തൊട്ടടുത്തായി തടി കൊണ്ടുള്ള ഒരു മേശയും അതിൻ്റെ ഇരുവശങ്ങളിലും 2 കസേര, ഒരു ക്യാൻഡിൽ ലൈറ്റും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വർണ്ണ കർട്ടനുകളെല്ലാം ഒരറ്റത്തായി മാറ്റിയിട്ടു. അവൾ പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണോടിച്ചു. കണ്ണെത്താ ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന കൂറ്റൻ മരങ്ങൾ. പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു കാടിൻ്റെ നടുക്കാണ് ആ ബംഗ്ലാവ് വുഡ് ഹൗസും എന്ന് തോന്നിപ്പോകും. പൂനിലാവ് പൊഴിച്ചുകൊണ്ട് നിൽക്കുന്ന ചന്ദ്രബിംബവും
ഭംഗിയായി നക്ഷത്രങ്ങളും അവയുടെയൊക്കെ വെളിച്ചം വുഡ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് അരിച്ചിറങ്ങുന്നുണ്ട്. ആ കാഴ്ച മനം നിറയ്ക്കുന്നതായിരുന്നു. ആ കാഴ്ചയിൽ മനം മയങ്ങി നിൽക്കുകയായിരുന്നു വർണ്ണ. പിന്നാലെ വന്ന ശിവ അവളെ ചേർത്ത് പിടിച്ചു. ഒരു ദിവസം നിന്നെ ഇവിടെ കൊണ്ടുവരണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ആ ദിവസം ഇന്നാണെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തേ ഇന്ന് പെട്ടെന്നൊരു നൈറ്റ് ഡ്രൈവ് പോകാൻ ആഗ്രഹം? അത് മറ്റൊന്നുമല്ല ശിവേട്ട, എനിക്കെന്തോ അങ്ങനെ തോന്നി. വർണ്ണയുടെ മുഖത്ത് മിന്നിമാറുന്ന ഭാവങ്ങളിൽ ശിവ തൻ്റെ കണ്ണുകൾ കൊണ്ട് ഒപ്പിയെടുത്തു. എന്താണ് ഈ മുഖത്ത് ഇന്നൊരു പ്രത്യേകത? വർണ്ണയുടെ മൂക്കിൻ്റെ തുമ്പ് പിടിച്ച് വിട്ടുകൊണ്ട് ശിവ ചോദിച്ചു. ഒന്നുമില്ല ശിവേട്ട, ശിവേട്ടന് വെറുതെ തോന്നുന്നതാ. ആണോ? എനിക്ക് തോന്നുന്നതാണോ? ശിവ വർണ്ണയെ ഇരു കൈകൾ കൊണ്ടും കോരിയെടുത്ത് കട്ടിലേക്ക് കിടത്തി. വർണ്ണ അവനിൽ നിന്നും കുതിരെ മാറി. ഞാൻ വല്ലാതെ മുഷിഞ്ഞിരിക്കുകയാണ് ശിവേട്ട. അത് സാരമില്ല, ഞാനും മുഷിഞ്ഞിരിക്കുകയല്ലേ. ശിവ വർണ്ണയുടെ കഴുത്തിടുക്കിലേക്ക് മുഖം ചേർത്ത് പിടിച്ചു. ഭൂമിയെ നടുക്കിക്കൊണ്ട് ഇടിവെട്ടി വർണ്ണ പേടിച്ച് ശിവയെ ചേർത്ത് പിടിച്ചു. ശിവ എഴുന്നേറ്റ് വർണ്ണയെയും കൊണ്ട് ജനലോരം ചെന്ന് നിന്നു. ഭൂമിയെ നനയിച്ചുകൊണ്ട് മഴ പെയ്യാൻ തുടങ്ങി. പുതുമണ്ണിൻ്റെ ഗന്ധം എവിടെയും അലിഞ്ഞു ചേർന്നു. വർണ്ണ പുതുമണ്ണിൻ്റെ ഗന്ധം ആവോളം ശ്വസിച്ചു. എനിക്ക് മഴ നനയാൻ തോന്നുന്നു ശിവേട്ട. പുതുമഴയാണ് വർണ്ണ, ഇത് നനഞ്ഞാൽ പനി പിടിക്കും. ശിവ അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇല്ല ശിവേട്ട, എനിക്ക് മഴ നനഞ്ഞാൽ പനി പിടിക്കില്ല, പ്ലീസ്. ശിവ വർണ്ണയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പതിയെ സ്റ്റെപ്പ് ഇറങ്ങി. അവർ രണ്ടുപേരും താഴേക്കെത്തും മുമ്പേ തന്നെ ഇടിവെട്ടി മഴ പെയ്യാൻ തുടങ്ങി. മഴത്തുള്ളികൾ ശരീരത്തിലേക്ക് ചന്നം പിന്നം നനയിച്ചു കൊണ്ടേയിരുന്നു. ഇടയ്ക്കിടിവെട്ടുമ്പോൾ വർണ്ണ ശിവയുടെ മാറിലേക്ക് ചേർത്ത് നിൽക്കും. മതി വർണ്ണ, ഒത്തിരി നേരമായി മഴ നനയാൻ തുടങ്ങിയിട്ട്. ഇനിയും നിന്നാൽ പനി പിടിക്കും. പ്ലീസ് ശിവേട്ട, കുറച്ചു നേരം കൂടി. വർണ്ണ ശിവയുടെ നെഞ്ചിൽ ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. ശിവ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. അവളുടെ നനഞ്ഞ മുഖം ആകെ ചുംബനം കൊണ്ട് മൂടി. കോരിച്ചൊരുന്ന മഴയിലും അവരുടെ ശരീരങ്ങൾ ചൂട് പിടിച്ചുകൊണ്ടേയിരുന്നു. രണ്ടുപേരും മത്സരിച്ച് ചുംബിച്ചുകൊണ്ടേയിരുന്നു. ശിവ വർണ്ണയെ കൈകളിൽ കോരിയെടുത്ത് മുറിയിലേക്ക് പോയി. ശിവ തൻ്റെ നനഞ്ഞ ടീഷർട്ട് അഴിച്ചു മാറ്റി. വർണ്ണ മുറിയിലെ കബോർഡിൽ നിന്നും ഒരു നൈറ്റി എടുത്ത് വാഷ്റൂമിലേക്ക് പോയി. സ്കൈ ബ്ലൂ നിറത്തിലൊരു നൈറ്റി അണിഞ്ഞ് വാഷ്റൂമിൽ നിന്നും ഇറങ്ങി വരുന്ന വർണ്ണയെ ശിവ നോക്കി. ആ നൈറ്റി അണിഞ്ഞവൾ നിൽക്കുന്നത് കാണാൻ തന്നെ അത്രയ്ക്ക് ചേലായിരുന്നു. ബെഡിൽ ഒരു കൈകുത്തി കിടന്ന് ശിവ വർണ്ണയെ നോക്കി. ശിവയുടെ നോട്ടം അവളുടെ ഹൃദയത്തിൽ തുളഞ്ഞു കയറി. പരൽ മീനുകളെ പോലെ പിടയ്ക്കുന്ന കണ്ണുകളിൽ നാണം നിറച്ചുകൊണ്ട് അവൾ ശിവയുടെ മുഖത്തേക്ക് നോക്കി. ഇങ്ങനെ നോക്കല്ലേ ശിവേട്ട, എനിക്കെന്തോ പോലെ തോന്നുന്നു. ശിവ കയ്യെത്തിച്ച് വർണ്ണയെ ബെഡിലേക്ക് വലിച്ചു കിടത്തി അവളുടെ മുഖത്തിനടുത്തേക്ക് മുഖം ചേർത്ത് പിടിച്ചു. നമ്മുടെ വിവാഹം കഴിഞ്ഞ് ഏകദേശം 1 വർഷമാകാറായിട്ടും നിൻ്റെ ഈ നാണം, ഞാൻ നോക്കുമ്പോഴുള്ള ഈ പരവേശം, ഇതൊക്കെ എനിക്ക് പുതുമയാണ് പെണ്ണെ. നിന്നോടുള്ള ആവേശം ഒരു അണുപോലും കുറയാതെ നിന്നെ എൻ്റേതാക്കിക്കൊണ്ട് എനിക്ക് നിന്നെ സ്നേഹിച്ചു കൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ അമ്മയുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിച്ചു കൊടുക്കണം. എന്തായാലും എക്സാം ഒക്കെ കഴിഞ്ഞ് നീ ഇപ്പോൾ ഫ്രീ അല്ലേ? അപ്പോൾ പിന്നെ നമുക്കിനി അത് വെച്ച് താമസിപ്പിക്കേണ്ട. പ്രിയയുടെയും സൂര്യയുടെയും വിവാഹമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ മൊത്തം ബിസി ആയിരിക്കും. അപ്പോൾ എൻ്റെ പെണ്ണിനെ നേരെ കാണാൻ പോലുമുള്ള സമയം കിട്ടില്ല. അതുകൊണ്ട് ജോലികളൊക്കെ നേരത്തെ ചെയ്ത് തീർക്കുന്നതായിരിക്കും നല്ലത്. അയ്യേ, ഈ ശിവേട്ടൻ്റെ കാര്യം. വർണ്ണ ശിവയെ നോക്കി ചെറുകോട്ടി. എടി, ഇതൊക്കെ അയ്യേ എന്ന് പറഞ്ഞ് ചെറുകോട്ടേണ്ട കാര്യമല്ല. നമ്മൾ അടുത്ത ജനറേഷനെ കുറിച്ച് ചിന്തിക്കുന്നതിൽ എന്താ തെറ്റ്? നമ്മുടെ പ്രണയം അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിക്കേണ്ടത്. അവളെ തന്നോട് ചേർത്ത് പിടിച്ച് ചുണ്ടുകളിൽ മുത്തി ശിവ. അവളിൽ തൻ്റെ പ്രണയം പകുത്തു നൽകിക്കൊണ്ട് ശിവ ഒന്നുകൂടി അവളെ അറിഞ്ഞു. വെളുപ്പിന് ശിവയുടെ മൊബൈൽ റിങ് ചെയ്യുന്ന കേട്ടാണ് വർണ്ണ ഉണർന്നത്. പുറത്തേക്ക് നോക്കുമ്പോൾ നേരെ നന്നേ വെളുത്തിരുന്നു. വർണ്ണ എത്തി ഫോണിലേക്ക് നോക്കുമ്പോൾ അച്ഛനാണ് വിളിക്കുന്നത്. ശിവേട്ട, ദേ അച്ഛൻ വിളിക്കുന്നു. വർണ്ണയുടെ ഒച്ച നന്നായി അടഞ്ഞിരുന്നു. അവൾ 1-2 വട്ടം കൂടി ശിവയെ ഉണർത്താൻ നോക്കി. ഒടുവിൽ നിവർത്തിയില്ലാതായതും വർണ്ണ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ അച്ഛാ. വർണ്ണയുടെ ശബ്ദം കേട്ടതും രാജൻ്റെ ചുണ്ടി ചിരി വിരിഞ്ഞു. എവിടെയാ മോളെ നിങ്ങൾ? ഇവിടെ സേതുലക്ഷ്മിയിലുണ്ട് അച്ഛാ, വർണ്ണ തപ്പിപ്പിറക്കി പറഞ്ഞു. അവ എഴുന്നേറ്റില്ലേ ഇതുവരെ? ഇല്ലച്ചാ, ശിവയുടെ നല്ല ഉറക്കത്തിലാണ്. മഴ നനഞ്ഞോ മോളെ നീ? ഒച്ച അടഞ്ഞിരിക്കുന്നല്ലോ. വർണ്ണ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ധൃതി പിടിക്കണ്ടെന്ന് അവനോട് പറഞ്ഞേക്ക്. വൈകുന്നേരത്തോടു കൂടി ഇങ്ങെത്തിയാൽ മതി. ശരി അച്ഛാ, എന്നാൽ ഞാൻ ഫോൺ വയ്ക്കുക. ഓക്കെ മോളെ, ടേക്ക് കെയർ. വർണ്ണ ഫോൺ മാറ്റിവെച്ച് ശിവയുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നു. അവൾക്ക് തല വെട്ടിപ്പൊളിയുന്ന പോലെ തോന്നി. ശരീരത്താകമാനം വേദനയും അസ്വസ്ഥതയും. AC-യുടെ തണുപ്പ് അവളെ വല്ലാതെ അസ്വസ്ഥയാക്കി. ബ്ലാങ്കറ്റ് വലിച്ചു മൂടി വർണ്ണ അതിനുള്ളിൽ ചുരുണ്ടുകൂടി. ഏകദേശം 10 മണിയോടുകൂടിയാണ് ശിവ ഉറക്കമുണർന്നത്. നോക്കുമ്പോഴുണ്ട് ബ്ലാങ്കറ്റ് വലിച്ചു മൂടി കിടക്കുകയാണ് വർണ്ണ. ശിവ ആ ബ്ലാങ്കറ്റിനുള്ളിൽ നൂണ് കയറി വർണ്ണയെ ചുറ്റിപ്പിടിക്കുമ്പോൾ
ശരീരം തീ പോലെ പൊള്ളുന്നു. ശിവ ബ്ലാങ്കറ്റ് ശരീരത്തിൽ നിന്നും എടുത്തു മാറ്റി വർണ്ണയെ തൻ്റെ നേർക്ക് തിരിച്ചു കിടത്തി. 1-2 ആവർത്തി വിളിച്ചിട്ടും അനക്കമൊന്നുമില്ല. ശരീരമാണെങ്കിൽ ചുട്ടുപൊള്ളുന്ന പനി. അവൻ വേഗം ഒരു ടീഷർട്ട് എടുത്തണിഞ്ഞ് വർണ്ണയെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് കാറിനടുത്തേക്ക് നീങ്ങി. അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കാറും കൊണ്ട് പാഞ്ഞു. GK ഹോസ്പിറ്റലിന് മുന്നിൽ കാർ വേഗം ചെന്ന് നിന്നു. ശിവ കാറിൽ നിന്നിറങ്ങി വർണ്ണയെ എടുത്തു കാഷ്വാലിറ്റിയിലേക്ക് പോയി. ഡോക്ടർ വന്ന് പരിശോധിച്ചതിൽ നിന്നും ടെമ്പറേച്ചർ കൂടി അൺകോൺഷ്യസ് ആയതാണെന്ന് പറഞ്ഞു. ഇഞ്ചക്ഷനും ട്രിപ്പും ഒക്കെ എടുത്തു. ശിവ പുറത്ത് കാത്തിരുന്നു. ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും വർണ്ണ കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ ശിവ അപ്പുറത്തിരിപ്പുണ്ട്. അവളെ കണ്ടത് ശിവയുടെ മുഖം വലിഞ്ഞു മുറുകി. അവൾക്കായി ഒരു പുഞ്ചിരി പോലും ശിവ നൽകിയില്ല. വർണ്ണയ്ക്കത് കണ്ടപ്പോൾ സങ്കടമായി. എങ്കിലും അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. തലേ ദിവസം മഴ നനയരുതെന്ന് ശിവയുടെ ഒരുപാട് തവണ പറഞ്ഞതും അത് കേൾക്കാതെ ഇപ്പോൾ പനി പിടിച്ച് കിടപ്പായതിൻ്റെ പിണക്കാണെന്ന് അവൾക്ക് മനസ്സിലായി. വീട്ടിൽ നിന്നും അച്ഛൻ്റെ കോൾ വന്നപ്പോൾ ശിവ ഫോൺ അറ്റൻഡ് ചെയ്തു. എന്താണ് മോൻ ഇങ്ങ് വീട്ടിലേക്ക് വരുന്നൊന്നും ഇല്ലേ? അച്ഛ, വർണ്ണ ഹോസ്പിറ്റലൈസ്ഡാണ്. ടെമ്പറേച്ചർ കൂടി. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ ശിവ? ഇല്ലച്ചാ, പനി കൂടുതലാണ്. ഇവിടെ GK ഹോസ്പിറ്റലിലാണച്ചാ. ശരി, നീ ഫോൺ വച്ചേക്ക്, ഞാൻ ഉടനെ വരാം. ഉച്ചയ്ക്ക് അടുക്കളയിൽ കാര്യമായി എന്തോ പണിത്തിരക്കിലാണ് സേതു. പതിവില്ലാതെ രാജേട്ടനെ അടുക്കളയിലേക്ക് കണ്ട സേതു മൂക്കത്ത് വിരൽ വെച്ചു. ഇതെന്താ രാജേട്ടൻ പതിവില്ലാതെ കിച്ചണിൽ വഴുത്തിട്ട് വന്നതാണോ? എടോ, വർണ്ണ മോൾ ഹോസ്പിറ്റലൈസ്ഡാണ് ടെമ്പറേച്ചറായിട്ട്. താൻ വേഗം റെഡിയായി വാ, നമുക്ക് പോയിട്ട് വരാം. രാജേട്ടാ, മോക്ക് എന്താ പെട്ടെന്ന്? എന്താ പനി വരാൻ കാരണം? ഇന്നലെ പുന്നാര മോനും മോളും കൂടി മഴ നനഞ്ഞു കാണും. ബാക്കിയൊക്കെ വിശദമായി പിന്നീട് ചോദിച്ചറിയാം. താൻ വേഗം റെഡിയാവ്. രാജന് സേതുവും കൂടി ചെല്ലുമ്പോൾ വർണ്ണയുടെ ട്രിപ്പൊക്കെ ഏകദേശം കഴിഞ്ഞു. ശബ്ദമൊക്കെ നല്ലവണ്ണം അടഞ്ഞുപോയി. സേതു ചെല്ലുമ്പോൾ ശിവയെ തന്നെ നോക്കി കിടക്കുകയാണ് വർണ്ണ. അവനാണെങ്കിൽ മൊബൈൽ കുത്തിയിരിക്കുന്നു. സേതുവിനെ കണ്ട വർണ്ണയുടെ മുഖം വിടർന്നു. ചുട്ട അടിവെച്ച് തരാനുള്ളതാണ്. പിന്നെ വയ്യാത്തത് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. മഴ നനഞ്ഞ് പനിയും പിടിപ്പിച്ച് വന്ന് കിടക്കുന്ന കണ്ടില്ലേ? രണ്ടിനും കുറച്ച് കൂടുന്നുണ്ട് കുട്ടികളെ. ശിവ അതൊന്നും കേൾക്കാത്ത ഭാവത്തിൽ തകൃതിയായി ഫോണിൽ നോക്കിയിരിപ്പാണ്. മെഡിസിനും വാങ്ങിക്കൊണ്ടാണ് എല്ലാവരും ശ്രീപത്മത്തിലേക്ക് വന്നത്. ഇന്നിനി താഴേക്കൊന്നും ഇറങ്ങി വരണ്ട, മുകളിൽ തന്നെ മോള് റെസ്റ്റ് എടുത്താൽ മതി. ആ ചൂടുവെള്ളം 1-2 തവണ ഉപ്പിട്ട് പിടിക്കാം. അപ്പോഴേക്കും തൊണ്ടവേദന മാറും. വർണ്ണയ്ക്കൊപ്പം ശിവയും സ്റ്റെയർ കയറാൻ തുടങ്ങുമ്പോൾ രാജൻ അവനെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഇന്നലെ ആരോടും പറയാതെ അവളെയും കൊണ്ടുപോയിട്ട് പനിയും പിടിച്ച് തിരിച്ചു വന്നേക്കുന്നു. ശിവ നിലത്തേക്ക് നോക്കി നിന്നു. അയ്യോ, എൻ്റെ മോൻ്റെ ഈ നാണം ഈ പ്രായത്തിലും കാണാൻ എനിക്ക് കഴിഞ്ഞല്ലോ. ഇനി എന്തൊക്കെ കാണണോ എൻ്റെ ഭഗവാനെ? രാജൻ അതും പറഞ്ഞ് അകത്തേക്ക് പോയി. ശിവ നൂല് പോലെ വർണ്ണയുടെ പിന്നാലെ മുറിയിലേക്ക് എത്തി. വർണ്ണ ഫ്രഷായി മാറാനുള്ള ഡ്രസ്സ് അണിഞ്ഞുകൊണ്ട് ബെഡിലേക്ക് വന്ന് കിടന്നു. ഹോസ്പിറ്റലിൽ വെച്ച് ശിവ തന്നെ അവഗണിച്ചതിൻ്റെ മുഴുവൻ ദേഷ്യവും വർണ്ണ വീട്ടിൽ പ്രകടിപ്പിക്കാൻ തുടങ്ങി. ശിവയെ കണ്ട ഭാവം പോലും വർണ്ണ വച്ചില്ല. ശിവയും അവളോടൊന്നിനും തന്നെ സംസാരിക്കാതെ ഫോണിൽ നോക്കി അവിടെ ഇരുന്നു. തുടരും.